പോലീസ് സേനയ്ക്കുള്ള പാർട്ടി ഘടകങ്ങൾ ഇപ്പോൾ സേനയെ ഭരിക്കുകയാണ് സാർ. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ഘടകങ്ങൾ വരെ പോലീസ് സേനയ്ക്ക് ഉണ്ട് എന്നാണ് സാർ പറയപ്പെടുന്നത്. പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നുപോയ ആളുകൾ തിരിച്ച് ആംബുലൻസിൽ വരേണ്ട ഒരു ഗതികേടിലാണ് സാർ കേരളം ഉള്ളത്. ജനമൈത്രി സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായി മാറുകയാണ്. 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിക്കും വെള്ളം കുടിക്കാൻ ശുചിമുറിയിൽ പോകേണ്ടി വരികയും ചെയ്ത ഗതികേട് അത് തീർച്ചയായിട്ടും നടപടിയും എടുത്തില്ല. അതിന്റെ തുടർച്ചയെന്നാണ് ഇന്നലെ ഒരു പ്രവർത്തകന് നേരെ വധശ്രമം ഉണ്ടായത് നമുക്ക് കാണാൻ സാധിച്ചു. CCTVയുടെ മുന്നിൽ വെച്ച് നിരപരാധികളെ തല്ലിച്ചതയ്ക്കാനുള്ള ധൈര്യം പോലീസിന് കിട്ടുന്നത് പാർട്ടിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും പിന്തുണ കൊണ്ടാണ് സാർ. പോലീസ് സേനയ്ക്കുള്ള പാർട്ടി ഘടകങ്ങൾ ഇപ്പോൾ സേനയെ ഭരിക്കുകയാണ് സാർ. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ഘടകങ്ങൾ വരെ പോലീസ് സേനയ്ക്ക് ഉണ്ട് എന്നാണ് സാർ പറയപ്പെടുന്നത്. RSSുമായി ചർച്ച നടത്തിയ ADGP അജിത് കുമാറിനെ സന്ദർശിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയാണ് സാർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുവാൻ ആളുകൾ ഭയപ്പെടുന്ന, സ്ത്രീകൾ ഉൾപ്പെടെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ് സാർ. മാങ്ങ മോഷ്ടിച്ചതിനും കോഫി മേക്കർ വെച്ചതിനും പോലീസ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ട ഈ നാട്ടിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന പോലീസുകാരെ സർവീസിൽ തുടരാൻ അനുവദിച്ചുകൂടെ സാർ? പുറത്തു വന്നതും വരാത്തതുമായ കേസുകൾക്ക് ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായി. പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നുപോയ ആളുകൾ തിരിച്ച് ആംബുലൻസിൽ വരേണ്ട ഒരു ഗതികേടിലാണ് സാർ കേരളം ഉള്ളത്. ജനമൈത്രി സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായി മാറുകയാണ്. പോലീസ് സ്റ്റേഷനുകൾ ഗുണ്ടാ സ്റ്റേഷനുകളായി മാറരുത് എന്നാണ് സാർ പറയാൻ